നടികർ. ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ലാൽ ജൂനിയർ ആണ്. ഈ ഒരു മൂവിയുടെ മെയിൻ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ടൊവിനോ, ഭാവന, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഗണപതി, ചന്തു, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ആൻഡ് മൂവി എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ ഞാൻ സത്യം പറയാം, മൂവി എനിക്ക് അത്രയ്ക്ക് അങ്ങ് വർക്കായില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഒരു പഞ്ചില്ല, അല്ലെങ്കിൽ ആ ഒരു എൻ്റെ മൂവി ഒരു എൻഗേജ് ചെയ്യിപ്പിക്കുന്ന എലമെന്റ്സ് ഒന്നും തന്നെ ഒരു മൂവി ഇല്ല. ഒരു വളരെ ബേസ് ആയിട്ടുള്ള നമുക്ക് ആ കാര്യം അറിയാം എന്താണ്, നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മളെ മനസ്സിൽ വന്നു പോയ കുറച്ച് തോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉദയനാണ് തരം. സോ അതൊക്കെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആണ്. ആ ഒരു മൂവി എന്താണോ അതിന്റെ ഒരു സ്പൂഫ്, അല്ലെങ്കിൽ ആ ഒരു മൂവിയിൽ ആ ഒരു ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ മൂവിയുടെ സ്റ്റോറിയും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ഒക്കെ പോകുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ടൊവിനോ എന്ന് പറയുന്ന വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ്. ആദ്യത്തെ ഒരു 3 പടമൊക്കെ ഭയങ്കര ഒരു ഇൻഡസ്ട്രി ഹിറ്റൊക്കെ ആയിട്ടുള്ള ആക്ടറാണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് 8 നിലയിൽ എല്ലാ പടവും പൊട്ടുന്നുണ്ട്. ആൻഡ് ആക്ടിങ്ങിലായാൽ പോലും ഭയങ്കര ഷോകമാണ് പുള്ളിക്കാരൻ. സോ അങ്ങനെ ഒരു സമയത്ത് ആ ഒരു തിരിച്ചു വരവ്, അല്ലെങ്കിൽ ആ ഒരു പഴയ സൂപ്പർ സ്റ്റാർ ആ ഒരു സ്റ്റാർഡം തിരിച്ചു പിടിക്കുകയും അല്ലെങ്കിൽ ഒരു കംബാക്ക് വേണം. സോ അങ്ങനെ സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ സൗബിന്റെ ക്യാരക്ടർ ആ ഒരു മൂവിലോട്ട് വരുന്നത്. സൗബിൻ എന്ന് പറയുന്ന ഫിലിം സ്കൂൾ ഓഫ് റഷ്യയിലൊക്കെ പഠിച്ച വലിയൊരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്, ഒരു ആക്ടർ ട്രെയിനറൊക്കെയാണ്. സോ പുള്ളിക്കാരൻ ടൊവിനോട് ചേർന്നിട്ട് ടൊവിനോയുടെ ആക്ടിങ്ങിലായാലും അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിലൊക്കെ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ഒരു ആക്ടർ എന്ന രീതിയിൽ പുള്ളിക്കാരനെ കുറച്ചുകൂടി അടിപൊളിയാക്കണം എന്നുള്ള മിഷനായിട്ടാണ് സൗബിൻ ആ ഒരു ടീമിലോട്ട് വരുന്നത്. സോ ഇതാണ് ആ ഒരു എൻ്റെ മൂവിയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഉദയനാണ് താരം എന്താണോ അതിന്റെ ഒരു സ്പൂഫ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പക്ക ഒരു വേറൊരു വെർഷനാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മൂവി കുറച്ചുകൂടി കണക്ട് ആവുന്ന ആർക്കാന്ന് ചോദിച്ചാൽ നമ്മളെ പോലെ ഈ ഫിലിം ലവേഴ്സിനോ, അല്ലെങ്കിൽ സിനിമയെ സ്വപ്നം കണ്ട് സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണം, അപ്പോൾ ആക്ടർ ആയിരിക്കാം, ഡയറക്ടർ ആയിരിക്കാം, അങ്ങനെ ഒരു ഡ്രീം വെച്ച് നമ്മൾ ജീവിക്കത്തില്ല. അങ്ങനത്തെ ആൾക്കാരെ കുറച്ച് ഈ ഒരു മൂവി കണക്ട് ആകുമ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നല്ലൊരു ഫിലിം ഡയറക്ടർ ആവണം. സോ ആ ഒരു ഫിലിം ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ഫോളോ ചെയ്യണം, എന്തൊക്കെ ഫോളോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഈ ഒരു മൂവിയിൽ ആ ഒരു ടൊവിനോയുടെ ക്യാരക്ടർ വഴി പറഞ്ഞു പോകുന്നുണ്ട്. അതായത് വേറെ ഒന്നുമില്ല, പച്ചയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയാലും അല്ലെങ്കിൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും ആ ഒരു വന്ന വഴി മറക്കരുത്. അതായത് വന്ന കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും മറക്കാതെ ആ പച്ച ഒരു മനുഷ്യനായിട്ട് അങ്ങ് ജീവിക്കണം. അല്ലാതെ മറ്റേ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു ഇനി എനിക്ക് മേളിൽ വേറെ ആരുമില്ല, ഭയങ്കര ഈഗോ ഒക്കെ അടിച്ച് ഭയങ്കര ഞാൻ താൻ പെരിവൻ എന്ന് പറഞ്ഞിരുന്ന അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സോ അതാണ് ഈ സിനിമ ടോട്ടലി സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു മൂവി ആക്കാനും അല്ലെങ്കിൽ ഇത്ര ഒരു ലാർജ് സ്കെയിൽ വലിയൊരു പ്രസന്റേഷൻ ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവിയുടെ മേക്കിംഗ് പ്രസന്റേഷൻ ഒക്കെ കുറച്ച് അടിപൊളിയാണ്. അപ്പം ലാൽ ജൂനിയർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എൻ്റെ മൂവിയുടെ ആ ഒരു മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്വാളിറ്റിയാണ്. പല കിടിലം ഫ്രെയിംസും കിടിലം സിറ്റുവേഷൻസും, അല്ലെങ്കിൽ അതിന്റെ എൻ്റെ മേക്കിംഗ് തന്നെ ഒരു ഭയങ്കര റിച്ച് ഫീലാണ്. ഓരോ ഫ്രെയിംസ് എടുത്ത് നോക്കിയാലും ആക്ടേഴ്സിന്റെ കോസ്റ്റ്യൂംസ് ആയാലും ആ സറൗണ്ടിങ്സ് ആയാലും എല്ലാം അടിപൊളിയാണ്. ഒരു പക്ക ഒരു കിടിലാണ്. വിഷ്വൽ വൈസ് ഈ ഒരു മൂവിയിലെ എല്ലാ സീക്വൻസും അടിപൊളിയാണ്. പക്ഷെ എന്തൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാലും, ഇപ്പം അതിന്റെ ക്യാമറ വർക്ക് ആയാലും കളറിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും എന്തൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാലും, ഞാൻ മുമ്പത്തുള്ള എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ അതിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്റ്റോറിയാണ്, അല്ലെങ്കിൽ അതിന്റെ ബേസ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റോറിയാണ്. അവിടെ ഒരു പഞ്ചില്ല, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ അടിപൊളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് എൻ്റെ ഒരു മൂവി മേക്ക് ചെയ്തിരിക്കുന്നത്. അതായത് സിനിമ കാണുമ്പോൾ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന എലമെന്റ്സോ അല്ലെങ്കിൽ ത്രില്ല് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സിനിമ സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും തീരുന്നവരൊന്ന് കാണാം. ആ ഒരു ഫ്ലോയിലാണ് സിനിമ പോകുന്നത്. സത്യം ചില സീക്വൻസ് ഒക്കെ നമുക്കിങ്ങനെ ഓക്കെ വേണ്ട എന്ന് തോന്നിപ്പോകും. കാരണം എൻ്റെ ഒരു മൂവി തന്നെ അല്ലെങ്കിൽ ആ സ്റ്റോറി തന്നെ ഭയങ്കര ശോകമാണ്. അതിന്റെ കൂടെ ആ ഒരു കുറെ സീക്വൻസും നമുക്കിങ്ങനെ ഓക്കെ എന്ന രീതിയിലൊക്കെ ഇരിക്കും. ആൻഡ് ഈ ഒരു മൂവിയിലെ ഏറ്റവും വലിയ ശോകം സീക്വൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ക്ലൈമാക്സ് ആണ്. ഒരു ആക്ടാണ്, 2 ആക്ടേഴ്സ് തമ്മിലുള്ള ഒരു സിനിമയ്ക്കുള്ളിലുള്ള ഒരു സിനിമയിലുള്ള ഒരു സീക്വൻസ് ആണ് കാണിക്കുന്നത്. എനിക്കറിയത്തില്ല എന്ത് കാര്യമാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ പ്ലേസ് ചെയ്യുന്നത്. കാരണം അത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നത് കുറച്ച് ഡ്യൂറേഷൻ ഉണ്ട്. ഞാൻ വിചാരിച്ചു ശരിക്കും ആ ഒരു ആക്ട് കഴിഞ്ഞിട്ടായിരിക്കും ക്ലൈമാക്സ് ഒക്കെ വരുന്നതിന്. പക്ഷെ അത് ക്ലൈമാക്സ് ആയിരുന്നു. ഈ 2 ആക്ടേഴ്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ആ ഒരു ആക്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ശരിക്കും ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ അത് കുറച്ച് ഇമോഷൻ സീക്വൻസ് ആണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ എണീറ്റ് ക്ലാപ്പ് അടിക്കുന്നതൊക്കെ ആയിരിക്കാം. പക്ഷെ സത്യം പറയാൻ തിയേറ്ററിൽ ഒരു 85% ഒക്കെ ഹൗസ്ഫുൾ ആയിരുന്നു. ഞാൻ നൈറ്റ് ഷോ ആയപ്പോയ ആ ഒരു ക്രൗഡുള്ള ഒരു തിയേറ്ററിൽ ഈ ഒരു ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള ക്ലാപ്പോ അല്ലെങ്കിൽ ഒരു ഇമോഷൻ പോലും കണ്ടില്ല. എല്ലാവരും ഇങ്ങനെ മറ്റേ ചത്തിരുന്ന് കാണത്തില്ല, അങ്ങനത്തെ രീതിയിലാണോ ആ ഒരു ക്ലൈമാക്സ്. എൻ്റെ മൂവിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു സത്യം പറയാം. ആ ഒരു എൻ്റെ മൂവി തന്നെ നമ്മളെ ഇമോഷണലി ആയാലും ഒരു രീതിയിലും കണക്ട് ചെയ്യുന്നില്ല. ആൻഡ് ആ ഒരു ക്ലൈമാക്സ് ഒട്ടും നമുക്കിങ്ങനെ എന്തോ രണ്ടുപേരും ഇങ്ങനെ എന്തൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കണ്ട സിനിമ തീരും നമുക്ക് വീട്ടിൽ പോകാം എന്ന രീതിയിൽ മാത്രമാണ് ആ ഒരു ക്ലൈമാക്സും ആ ഒരു എൻ്റെ മൂവിയുടെ ഇമോഷൻസ് വരുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ഉണ്ടല്ലോ അത് ഒരു തരത്തിലും കണക്ട് ആവുന്നില്ലായിരുന്നു. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം ഞാൻ ആ സിനിമ എൻ്റെ കണ്ടത് ഇങ്ങനെ ഓക്കെ കണ്ടു തീർക്കാൻ വീട്ടിൽ പോകാം എന്ന രീതിയിൽ മാത്രമാണ്. അല്ലാതെ ഒരു തരത്തിൽ പോലും എന്നെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു സീക്വൻസ് പോലും ഈ എൻ്റെ മൂവിൽ ഇല്ലായിരുന്നു. സോ ഇതാണ് സിനിമയെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. എൻ്റെ മാത്രം ഒപ്പീനിയനാണ് ഞാൻ സംസാരിക്കുന്നത്. സോ ഇതുവരെയും സിനിമ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കൂടി കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.